ഐരാവതം പിള്ള ഒരു റബ്ബർ കർഷകനാണ്. ഈ ടാപ്പിംഗ് കത്തിയും കന്നാസിലെ ആസിഡുമായി ഞാൻ ഇറങ്ങിയത് തൊഴിലെടുക്കാനാണെന്ന് നിങ്ങൾ കരുതിയോ? എന്നാൽ അങ്ങനെ അല്ല. എനിക്കൊരു ലക്ഷ്യമുണ്ട്. ഒരാളെ കൊല്ലണം, ഒരു സിനിമാക്കാരനെ. അരേ ഭായ് പോത്തൻജി, എന്റെ ഫെയർ ബോഡിയും മസിൽസും പുറത്ത് കാണിക്കാൻ എനിക്ക് വേണ്ടി ഒരു ആക്ഷൻ പടം ചെയ്യൂ എന്ന് യാചിക്കുന്ന ഭായിജാൻ സല്ലു അണ്ണൻ. പോത്തം ഭായ് ഒരു പടം സംവിധാനം ചെയ്ത് എന്നെയും എന്റെ റെഡ് ചില്ലീസിനെയും രക്ഷിക്കുമെന്ന് യാചിക്കുന്ന കിങ് ഖാൻ. तू मेरे डिग्री दोस्त है ना, फिर क्यों तू मेरे लिए एक फिल्म नहीं बनाते? I beg you, please do a film for me. എന്ന് കണ്ണു നിറഞ്ഞു പറഞ്ഞ ആമീർ ഖാനും അങ്ങയുടെ ആമീർ ഖാൻ പ്രൊഡക്ഷനും. പിന്നെ സൗത്തിലേക്ക് വന്നാൽ പോത്തന്നെ എപ്പടിയാവത് ഒരു പടത്തെ പണി കൊടുങ്കെ ലോകേഷ് കനകരാജ് എല്ലാം വെറും വേസ്റ്റ് എന്ന് വിലപിക്കുന്ന സൂപ്പർ സ്റ്റാർ രജനി, സൂപ്പർ പ്രൊഡ്യൂസർ കലാനിധി മാരനും. ഇത്രയെണ്ണം പറഞ്ഞ സൂപ്പർ സ്റ്റാറുകളും പ്രൊഡക്ഷൻ കമ്പനി കാല് പിടിച്ച് എന്നോട് പറഞ്ഞിട്ടും ഈ കുമാർ പോത്തൻ അവർക്ക് വേണ്ടി ഒരു പടം ചെയ്തിട്ടില്ല. Ask me why? Why? ഒരു പാൻ ഇന്ത്യൻ സിനിമയല്ല എന്റെ ലക്ഷ്യം, ഒരു പാൻ വേൾഡ്. എത്ര കഷ്ടപ്പെട്ടിട്ടായിരുന്നാലും ഒരു ഓസ്കാർ അവാർഡ് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ടേ ഈ കുമാർ പോത്തനിന് വിശ്രമമുള്ളൂ. അയ്യോ അമ്മേ. ചേട്ടാ ഹോസ്പിറ്റലിൽ പോണേട്ടാ. ചേട്ടാ കുഴപ്പമില്ലല്ലോ. സിനിമ എടുത്ത് കിളി പോയെന്നാ തോന്നുന്നത്. ഈ വണ്ടി ആയതുകൊണ്ട് കുഴപ്പമില്ല, ടിപ്പറായിരുന്നെങ്കിലോ. അതെ, ഈ വണ്ടിയുടെ ബുക്കും പേപ്പറേ നിങ്ങളുടെ പേരിൽ നിന്ന് എൻ്റെ പേരിലോട്ട് ആക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു കോപ്പി ഞാനങ്ങ് വീട്ടിൽ കൊണ്ടുതരാം. അങ്ങനെ നോക്കണ്ട, 6 മാസമായി പലിശ മുടങ്ങിയിട്ട്. വണ്ടി പണയം വെച്ചേ പലിശയ്ക്ക് പൈസ എടുത്ത് സിനിമ പിടിക്കാൻ ഞാൻ പറഞ്ഞില്ല. എടാ ലാലേ, പണക്കാരി പെണ്ണിനെ കല്യാണം കഴിക്കാൻ ഒരു മഞ്ചാടി പൊന്നില്ലെന്ന് പറഞ്ഞ് നീ എന്റെ മുമ്പ് അത് കറച്ചിട്ടുണ്ടാ. അന്നൊരു 5 പവന്റെ മാല നിനക്ക് ഊരിത്തരുമ്പോൾ നീ പറഞ്ഞ അവധി 6 മാസമായിരുന്നു. ഇന്ന് കൊല്ലം 6 ആയി. കേട്ടോടാ, ആ പൊന്നിന്റെ ഇന്നത്തെ വില കണക്കു കൂട്ടിയാൽ ഈ വണ്ടിയും ബാക്കി കാശും നീ ഇങ്ങോട്ട് വരേണ്ടി വരും. ഞാൻ അതൊക്കെ അന്നേ മറന്നു. ചേട്ടാ മറന്നില്ലേ? ഞാനതങ്ങ് മറന്നടാ. വയറ്റിൽ നിന്ന് പോകുന്ന അമേദ്യം തിരിഞ്ഞു നോക്കണ പതിവ് എനിക്കില്ല. പോടാ. കണ്ണി കണ്ട സിനിമാക്കാർ അടപടലെ മൂഞ്ചിച്ചു. അതിനെ ഇയാൾക്ക് കുഴപ്പമില്ല. എനിക്ക് തോന്നുന്നു 5 പവനാണ് അവൻ്റെ 5 പവൻ. Come on, guys, run fast. Don't make noise. ചെറുകുടലും വൻകുടലും മിക്സ് ചെയ്തിട്ട് അടിച്ച 6 ക്യാമറ ഷോട്ട്സുകൾ ഇങ്ങനെ അടിച്ച്
അടിച്ചു നിൽക്കണം. ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ തിയേറ്ററിൽ ഇരിക്കുന്നവന്റെ കർണപടം അടിച്ചു പോണം. സെക്കൻഡ് വില്ലന്റെ എങ്ങനെയാണ് ഈ പോത്തൻ സാറിന്റെ ഓരോ ഫ്രെയിമുകള്, പ്രേമവും സ്ട്രഗിളിങ്ങും ഫൈറ്റും, അതല്ലേ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് നേരെ ഞാൻ ഇങ്ങോട്ട് പോരുന്നത്. സുമി, നീ എന്നോട് ഫ്രെയിം പാത്തിരിക്കാ? എനിക്ക് കാണണ്ട, ഞാൻ പോത്തൻ സാറിന്റെ ഫ്രെയിം കണ്ടോളാം. അൺലക്കി പാണ്ടി. നീ ആരാ? അയ്യോ സോറി ചേട്ടാ, നമ്മൾ ടേക്കിന്റെ ആവേശത്തിലായിരുന്നു. എന്തോ ടേക്ക്? നമ്മളൊരു ഫൈറ്റ് സീൻ ഷൂട്ട് ചെയ്യാനുള്ള സിനിമയുടെ ലൊക്കേഷൻ തേടി ഇറങ്ങി. ഇവിടെ ഓക്കെയാണ്. എനിവേ, ഐ ആം കുമാർ പോത്തൻ, ഇന്ത്യ അറിയപ്പെടുന്ന ഒരു പ്രശസ്ത ഡയറക്ടർ. ഈ പറമ്പ് ചേട്ടൻ്റെതാണ്. എങ്കിൽ ഇത് എത്ര ഏക്കർ വരും? 4 ഏക്കർ തികയില്ല. ഇത് എന്നാ ഇളവ്? ലൊക്കേഷൻ എന്നാ? രാമോജി റാവു ഫിലിം സിറ്റി. കളറാ പിള്ളേര്, അതും പിക്കിനി പോട്ട്. 4 കൺകൾ தேவைப்படும். அதனால தண்ணி போடுறது ரொம்ப நல்ல இடம். പോലീസ് വരാം. ചേട്ടന്റെ പേര് ചോദിക്കാൻ പറ്റും? പിള്ള എണ്ണാന്നും പിള്ളച്ചേട്ടാന്നും ഒക്കെ ആളുകൾ വിളിക്കും. ഐരാവതം പിള്ള എന്നാണ് എൻ്റെ പേര്. എൻ്റെ അച്ഛനൊരു ആനക്കമ്പക്കാരനായിരുന്നു. രാമനാട്ടുകര പുതുവ പുത്തൻ വീട്ടിൽ ആനപ്പിള്ള എന്ന രാമൻപിള്ള മകൻ ഐരാവതം പിള്ള. എന്റെ പിള്ളയെന്നാ നിങ്ങൾക്ക് എന്നെ മനസ്സിലായില്ലേ? ഞാൻ കുമാരൻ പോത്തൻകോട്. ബാലയിൽ തോലം വേഷ കെട്ടിക്കൊടുന്ന പോത്തൻകോട് കുമാരനാണ്. പാമ്പ് കടിച്ച് മരിച്ച ബാസുണ്ണന്റെ മോൻ. അത് തന്നണ്ണ. നീ വേറെ എന്തോ പേരില്ലായിരുന്നു നേരത്തെ പറഞ്ഞത്? അണ്ണ, സിനിമയിൽ ക്ലച്ച് പിടിക്കണമെങ്കിൽ നെപ്പോട്ടിസം കൂടെ വേണം. അണ്ണ, അങ്ങനെ പേരുള്ള ഒരു തന്ത ഇല്ലാത്തത് കൊണ്ട് ഗിരീഷ് പോത്തൻ, പ്രതാപ് പോത്തൻ, ദിലീപ് പോത്തൻ അവരുടെ ഫാമിലിയിൽപ്പെട്ട ആളാണെന്ന് മറ്റുള്ളവർക്ക് തോന്നാൻ വേണ്ടി കീച്ചിയ പേരാണെന്ന കുമാർ പോത്തൻ. അതുകൊണ്ടെന്തായി? ഞാനും രക്ഷപ്പെട്ടു, എൻ്റെ കൂടെ ഉള്ളവരും രക്ഷപ്പെട്ടു. അണ്ണനെ ഞാനും രക്ഷപ്പെടുത്തും. ചട്ടി 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 ചട്ടി. എനിക്ക് പറയത്തക്ക കഷ്ടപ്പാടൊന്നുമില്ല കുമാര. എന്നാലും നീ രക്ഷപ്പെട്ടല്ലോ, അതേനും മഹാഭാഗ്യം. കഷ്ടപ്പാടില്ലേ? കൊച്ചു വെളുപ്പാങ്കാലത്ത് ചിമ്മിനി വിളക്കും കൊണ്ട് ഈ റബ്ബറിന്റെ മൂട് തിരങ്ങുന്നത് കഷ്ടപ്പാടല്ലേ എന്ന് ചോദിച്ചാൽ കഷ്ടപ്പാടാണ്. ഇനി പിള്ളേനെ അങ്ങനെ കഷ്ടപ്പെടണ്ട. ചട്ടിയിലായേ ചട്ടിയിലായേ വീണോരെണ്ണം ചട്ടിയിലായേ 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 വീണോരെണ്ണം ചട്ടിയിലായേ. ഒന്നും മനസ്സിലായില്ലല്ലേ? മധുരാശിയിലേക്ക് സിനിമ പിടിക്കാൻ പോയപ്പോൾ ബാർബർ ബാറിൽ അശോകരാജന് കൊടുത്തതുപോലെ 125 രൂപ 75 പൈസ ആദ്യമായി എനിക്ക് തന്നത് അണ്ണനാണ്. അതപ്പോൾ മറന്നു അല്ലേ? അതാണല്ലോ ശീലം. വലം കൈ കൊടുക്കുന്ന ഇടം കൈ അറിയുന്നില്ല. അതുപോലെ മറന്നതല്ലേ? കിരികിരെ എരിയാൻ കറുമുറ വറകാൻ ചറപറ തിന്നാൻ ചട്ടിയിലായി. കിരികിരെ എരിയാൻ കറുമുറ വറകാൻ ചറപറ തിന്നാൻ ചട്ടിയിലായി. ചിലപ്പോ തന്നിട്ടുണ്ടായിരിക്കാം, എനിക്കത് ഓർമ്മ കിട്ടുന്നില്ല. എന്നാ എനിക്ക് ഓർമ്മയുണ്ടണ്ണ. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ സിനിമയിൽ അണ്ണനെ എൻ്റെ കോ പ്രൊഡ്യൂസർ ആക്കും. പാവമോരുത്തൻ പെട്ടിയിലായി തത്തരികിട സിനിമ പിടിക്കാൻ പാൻ ഇന്ത്യൻ സിനിമ കൊളുത്തിക്കാൻ തത്തരികിടതോ. അയ്യോ, അതിനിപ്പോ എൻ്റെ എവിടെ നിന്നാണ് കാശ്? ആകെപ്പാടെ ഉള്ളത് ഈ പറമ്പും ഒരു വീടും ഒരു കാറും. അത് മതി അണ്ണ. എൻ്റെ പാൻ ഇന്ത്യൻ സിനിമയിൽ കാശ് മുടക്കുന്നത് അമേരിക്കൻ NRI ലൗല്യാൻഡിയാണ്. കോടിക്കണക്കിന് ഡോളേഴ്സ് അമേരിക്കയിൽ നിന്ന് എൻ്റെ കയ്യിലേക്ക് ഒഴുകാൻ തുടങ്ങും. അണ്ണൻ വെറും ബിനാമിയായിട്ട് നിന്ന് തന്നാ മതി. അതൊക്കെ ശരിയാവോ കുമാര? ശരിയാവൂണ്ണ, ഇല്ലെങ്കിൽ ശരിയാക്കും. താണ്ട ഈ നിൽക്കുന്ന കാമജ്ഞാനി എന്ന സ്ക്രിപ്റ്റ് റൈറ്റർ തമിഴ്നാട്ടിൽ വെറും കപ്പലിൻ്റെ കച്ചവടമായിരുന്നു. അസോസിയേറ്റ് ഡയറക്ടർ സുമി കോടമ്പകത്തെ വെറും ജൂനിയർ ആർട്ടിസ്റ്റ് ആയിരുന്നു. എവരൊക്കെ ഇന്നീ ലെവലിൽ എത്തിയെങ്കിൽ അണ്ണനെ ഞാൻ വേറെ ലെവലാക്കും. പച്ച മീനായ എൻ്റെ കുമാർ പോത്തൻ നാവ് കൊണ്ട് വറുത്ത മീനാക്കി മാറ്റി എന്നതാണ് സത്യം. സിനിമ കണ്ടു മാത്രം പരിചയമുള്ള ഞാൻ അങ്ങനെ
പ്രൊഡ്യൂസറായി സഫാരി സൂട്ടിട്ട് സൺഗ്ലാസ് വെച്ച് രാമനാട്ടക്കരയ്ക്കപ്പുറം ഒരു ലോകം കണ്ടിട്ടില്ലാത്ത ഞാൻ അങ്ങനെ ബാംഗ്ലൂരിലെത്തി. പിന്നെ 1.5 കൊല്ലം എനിക്ക് ആ സഫാരി സൂട്ട് ഊരേണ്ടി വന്നിട്ടില്ല. ನಮಸ್ಕಾರ ಕುಳಿಟಿಕೊಳ್ಳಿ. ഞാൻ എൻ്റെ 4 ഏക്കർ പണയം വെച്ച കാശിന് ഫ്ലൈറ്റ് പിടിച്ച് ബാംഗ്ലൂർ വന്നത് ഈ വെള്ളോടി തള്ളക്ക് അഡ്വാൻസ് കൊടുക്കാനാണ്. ഒന്ന് പതുക്കെ പറയണ. ഞാനെന്തിന് പതുക്കെ പറയണം? ഇവർ ഊളത്തര എൻ്റെ അടുത്ത് കാണിക്കരുത്. തൂവാനത്ത് പേര് ഞാനും കേട്ടിട്ടുണ്ട് 3-4 പ്രാവശ്യം. ഇത് സുമലതയൊന്നും അല്ല. അണ്ണാ, ആ സുമലതയല്ല ഈ സുമലത. അത് മലയാള സുമലത. ഇത് കന്നഡ വിന്റേജ് സൂപ്പർ സ്റ്റാർ സുമലത. ആയ കാലത്ത് ചേച്ചിയുടെ അടിപ്പടങ്ങൾ കാണണം. ஆமா சார், அந்த சீன் எல்லாம் கனவிலே வந்தாச்சுன்னா வயிறெல்லாம் அப்படியே எடுத்துடும். படு பாவி என்ன ஊத்து ஊத்துறேன். கொஞ்சம் வேணாம். ನೀ ಏಕೆ ಒಬ್ಬರಿಗೊಬ್ಬರಿ ಬಿಸಿ ಗುದ್ದಿದಿರಿ? നോ കന്നഡ, ഒള്ളി മലയാളം. എന്റെ മുന്നിൽ വന്നിരുന്ന് നീയൊക്കെ എന്താ കൊണ അടിക്കണമെന്ന് മനസ്സിലായടാ? ഒരു പാൻ ഇന്ത്യൻ സിനിമയ്ക്ക് മാഡത്തിന്റെ 1.5 വർഷത്തെ ഡേറ്റ് വേണം. ഞാൻ പ്രശസ്ത ഡയറക്ടർ കുമാർ പോത്തൻ, ഇദ്ദേഹം പ്രൊഡ്യൂസർ A.I. പിള്ള, മമ്മൂട്ടി, മോഹൻലാലിനെ വെച്ച് പടം എടുത്തിട്ടുണ്ട്. ചുമ്മാ മിണ്ടാതിരിയണ്ണ. ആ 1.5 കൊല്ലത്തേക്ക് ഇയാൾ എന്നെ താങ്ങോടാ. ആ കഥ പറഞ്ഞോ. இது வந்து கேங் வார் கதை. ஹீரோ வந்து கேங்ஸ்டர், மேடம் வந்து ஹீரோ தாய். அம்மா தாய் குலமே. ഹീറോയുടെ തള്ളവേഷം കളിക്കാനോടാ നീയൊക്കെ എന്നെ വിളിക്കാൻ വന്നേ? അയ്യോ, അങ്ങനെ അല്ല മാഡം. ഹീറോയുടെ അമ്മയാണ് ഹീറോയ്ക്ക് വേണ്ട മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നത്. തത്വത്തിൽ ഹീറോ വെറും ഡമ്മി. ഹീറോയുടെ അമ്മയാണ് കഥ നയിക്കുന്നത്. ನಾನು ಪ್ರತಿಸುತ್ತಾರ ತುಂಬ ಒಳೆಯವಳು. ಅದಾರ ದ್ರೋಹ ಮಾಡಿದಾರ. ನಾನು ಭದ್ರಗಾಳಿ മനസ്സായിട്ട സ്നേഹിച്ച ഞാൻ നക്കിക്കൊല്ലും. ദ്രോഹിച്ച കഴുത്തറുത്തു.
ഇന്നിവിടെ കൂടുന്നോ? നാളെ സന്തോഷമായി പോവാം. പറ്റില്ല അല്ലെങ്കിൽ വീട്ടിൽ പോകണം. ഞാൻ വേണമെങ്കിൽ നിൽക്കാം. ഈ കട്ടില് കണ്ട് നീ പനിക്കണ്ട. പിള്ളേര് നിന്റെ താടിയും മുടിയും അടക്കം കത്തിക്കും. എൻ്റെ ഡേറ്റ് വേണമെങ്കിൽ ഞാൻ പറയും പോലെ നീ എഗ്രിമെന്റ് വെക്കണം. മനസ്സായിട്ടാ? അണ്ണാ എഗ്രിമെന്റ് നാളെ ഒപ്പിടാം. ലൗലി ആൻറ്റി ഡോളർമായി നെടുമ്പാശ്ശേരി വന്നിട്ടുണ്ട്. 1.5 കൊല്ലമായിട്ട് ഇവിടെ വരാത്ത ലൗലി ആന്റി നാളെ അങ്ങനെ വരണ്ട. നീ കാരണം എൻ്റെ വീട് പോയി, എൻ്റെ കാറ് പോയി, എൻ്റെ ഭാര്യയും മക്കളും പിണങ്ങിപ്പോയി, കൂടാതെ 10 ചെക്ക് കേസ് വേറെ. അണ്ണാ സിനിമ അങ്ങനെയാണെന്നാ, കിട്ടിയ കുട്ടിയില്ലെങ്കിൽ ചട്ടി. എടാ പൊലിയാടി മോനെ, ചട്ടിയിലായത് നിന്റെ അമ്മയ്ക്ക് സ്ത്രീധനം കിട്ടിയ കാശൊന്നുമല്ല, എൻ്റെ വേർപ്പണ്ട. പറ്റിപ്പോയെണ്ണ. സാരമില്ലടാ, അതെൻ്റെ തലവിധി. എന്നാലും എനിക്കൊരു സംശയം, 2.5 മണിക്കൂർ പടം പിടിക്കാൻ എന്തിനാടാ 1.5 കൊല്ലം? അത് നമ്മൾ പ്രശസ്ത സംവിധായകരെല്ലാരും അങ്ങനെയാണെന്ന്. എന്നാലും ഒരു ഗുമ്മുള്ളൂ. ഗുമ്മല്ലടാ പോത്ത, കഴപ്പ്. നിന്റെയൊക്കെ തീറ്റയും കുടിയും പെണ്ണുപിടിയും വേറൊരാളുടെ ചെലവില് നടക്കണം. സിനിമയെക്കുറിച്ച് നല്ല വിവരവും ബോധവുമുള്ള ചെറുപ്പക്കാർ നാട്ടിൽ ഇവിടെ ഉണ്ട്. പക്ഷെ അവർക്ക് അവസരം കിട്ടില്ല. കാരണം നിന്നെ പോലെ ഫലിപ്പിക്കാൻ അവർക്ക് അറിഞ്ഞൂടാ. എവിടെയാടി നിന്റെ കള്ളമാപ്പട? മനുഷ്യന് ഒരു പൈൻ്റ് എടുത്തുകൊണ്ട് തരാൻ പറഞ്ഞിട്ട് എത്ര നേരമായെന്നറിയാമോ? മനുഷ്യനൂടെ കൈയും കാലും പറിച്ചിട്ട് വയ്യ. എന്താടി ഒരു കള്ള ലക്ഷണം നിനക്ക്? ഇതും തോന്നുന്നു. പന്നികളെ, നീയൊക്കെയല്ല കൂട്ടുകച്ചവടമായിരുന്നോ? എടി നിർത്തടി, നിന്റെ അമ്മയുടെ ഒരു തുമ്പ. ഈ കന്നഡ സൂപ്പർ സ്റ്റാറും ഒരു തേങ്ങയുമല്ല. ഇന്നലെയാണത് എനിക്ക് മനസ്സിലായത്. പറയടി, നീ ആരടി? ഈ കൂതറയ്ക്ക് വേണ്ടി ഗോൾഡൻ ബേസിൽ പോരാത്തോണ്ട് ജട്ടിയും ബ്രേസിയറും വരെ നീ എന്നെ കൊണ്ട് വാങ്ങിച്ചില്ലടാ. അയ്യോ സാറേ, ഗോൾഡൻ ബേസിൽ മാത്രമേ എനിക്ക് തന്നുള്ളൂ. ബാക്കി നീ പെണ്ണുമ്പിള്ളേക്ക് അയച്ചു കൊടുത്തു സാറേ. അപ്പൊ പിന്നെ ഇവളോ? ഈ മഹാഭാവി കള്ളം പറയുക സാറേ. ഞാൻ ദാരിദ്ര്യം വരുന്നെങ്കിൽ ഞാൻ എൻ്റെ മക്കളും ഭർത്താവോട് സന്തോഷമായിട്ട് ജീവിച്ചിരുന്നതാ. പക്ഷെ ഇയാള് പറഞ്ഞ് നീ ഇങ്ങനൊന്നും ജീവിക്കേണ്ട ആളല്ല, നിന്നിങ്ങനെ ഹൈ ലെവലിലാക്കാന്നു. അത് കേട്ട് മനസ്സിൽ ചാടി പുറപ്പെട്ടതാ സാറേ. അപ്പൊ സൂപ്പർ സ്റ്റാർ മണിവാൾ ജമീലയും രക്ഷപ്പെടാൻ ഇറങ്ങിയാണല്ലേ? തന്നെ സാറേ തന്നെ. ഇവൻ ബാംഗ്ലൂർ വരുമ്പോഴെല്ലാം മടിവാള കോളനി വന്നിട്ട് പറയും, ഈ ചെറിയൊരു സെറ്റപ്പ് പോരാ, എൻ്റെ സിനിമയിൽ അഭിനയിച്ച വലിയ സെറ്റപ്പ് ആവുമെന്ന്. അങ്ങനെ മോഹിച്ചാ സാറേ ഞാൻ ഈ വേഷം കെട്ടിയത്. കഴിഞ്ഞ 1.5 കൊല്ലം കൊണ്ട് യവന്റെ പിറകെ നടന്ന് എൻ്റെ ഉള്ള കച്ചവടവും കൂട്ടി. ഞാൻ ഒരു നിഷ്കളനായപ്പോൾ എല്ലാവരെയും രക്ഷപ്പെടുത്താനുള്ള മനസ്സ് അതൊരു തെറ്റാണ്. ഇല്ല, ഒരിക്കലുമില്ല. നീ എന്നെ അടക്കം ഒരുപാട് പേര് രക്ഷപ്പെടുത്തിയവരാണ്. ഇനി നിന്നെ ഞാൻ രക്ഷപ്പെടുത്തും. ആദ്യം നീ ഈ ആസിഡ് കുടിക്കണം. ആസിഡ് കുടിച്ചതിന് ശേഷം നിന്നെ ഞാൻ കത്തി കൊണ്ട് മീൻ വരയുന്ന പോലെ വരയ്ക്കും. എന്നിട്ട് എൻ്റെ പുകപ്പുരയിൽ കൊണ്ടുപോയി കത്തിക്കുന്നു. അപ്പൊ നീ രക്ഷപ്പെടും. ദൈവത്തെ ഓർത്തിളക്കൊല്ലല്ലേ, ഞാൻ വഴിയാധാരമായി പോകും സാറേ. എനിക്ക് പോകാൻ പറഞ്ഞ പീസ് എന്ത് ഈ പാതിരാത്രിക്ക്? അണ്ണാ, ചെറിയൊരു പ്രശ്നമുണ്ട്. നിങ്ങളുടെ കോപ്പറേറ്റീവിൽ കത്തിക്കരിഞ്ഞ ഒരാളുടെ ഡെഡ് ബോഡി പോലീസ് നാട്ടുകാർ കൂടിയിട്ടുണ്ട്. കൊലപാതകമാണെന്നാണ് പറയണേ. കൊലപാതകം? ആരാ മരിച്ചത്? നിങ്ങളുടെ സംവിധായകനില്ലേ കുമാർ പോത്തൻ, അയാളാണോ എന്നൊരു സംശയം. അയാളുടെ കൂടെ താമസിച്ചിരുന്ന പെണ്ണ് വന്നിട്ട്
പുകപ്പുരയ്ക്ക് പുറത്ത് കിടന്ന കുമാർ പോത്തൻ്റെ ബാഗ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ദൈവമേ, പുലിപാലായോ? നിങ്ങൾ ഇന്നലെ അവരുടെ വീട്ടിൽ പോയി പുകപ്പുരയ്ക്കുള്ളിട്ട അയാളെ കത്തിക്കുമെന്ന് പറയുന്നതായി പെണ്ണ് പോലീസിന് മൊഴി കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളെങ്ങാനും ഇല്ലടാ, ഞാനങ്ങനെ പറഞ്ഞു എന്നുള്ളത് നേരാണ്. ഞാൻ ആരെയും കൊന്നിട്ടില്ല. എന്നെ കൊണ്ട് അതിനെ പറ്റുമോടാ? പറഞ്ഞിട്ട് കാര്യമില്ല. പോലീസ് നിങ്ങളെ പൊക്കണതിന് മുമ്പ് എങ്ങോട്ടെങ്കിലും മുങ്ങിക്കോ. എൻ്റെ രമേശൻ, ഞാൻ അതിന് ഒരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ എന്തിനു ഞാൻ മുങ്ങുന്നത്? വിവരക്കേട് പറയല്ലേ പിള്ളേണ. ചത്തതാരെന്നോ കൊന്നതാരെന്നോ നമുക്കറിയില്ല. ആ പെണ്ണ് കൊടുത്ത മൊഴിപ്രകാരം ഇപ്പം നിങ്ങളാണ് കേസിലെ പ്രതി. സംഗതി നിങ്ങൾ നിരപരാധിയായിരിക്കാം. പക്ഷെ സത്യം തെളിയുന്നതിന് മുമ്പ് അവന്മാരെ കൈവാക്കനായിട്ടും ചെന്ന് പെട്ട എഴുന്നേറ്റ് നിന്ന് പെടുക്കാനുള്ള ഉയിര് പോലും അവന്മാർ ബാക്കി വെച്ചേക്കില്ല. നിങ്ങളൊരു കാര്യം ചെയ്യും, കിട്ടാവുന്ന ഉടുതുണികളൊക്കെ നുള്ളിപ്പറക്കി എസ്റ്റേറ്റിന് പിന്നിലുള്ള റോഡിൽ വാ. ഞാൻ ബൈക്കോട്ട് അവിടെ വരാം. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട് ഒഴിഞ്ഞു കിടപ്പുണ്ട്. ബാക്കിയൊക്കെ നാളെ. ആരെങ്കിലും കാണുന്നതിന് മുമ്പ് ഹെൽമെറ്റ് വയ്ക്കില്ല. എങ്ങോട്ടൊരു നമ്മൾ പോകും? ഇവിടെ സേഫായി ഇപ്പം അത്രയും അറിഞ്ഞാൽ മതി. പിള്ളേണ്ണ 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 അണ്ണാ, ഇത് ഞാനാ രമേശൻ. കഥ തുറക്ക് പിള്ളേണ്ണ. ആ രമേശ, ഈ ഒളിവ് ജീവിതം എനിക്ക് വയ്യ രമേശ. ഞാൻ പോലീസിന് പിടികൊടുക്കാൻ പോകും. അവർ കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ. എന്തിന്? അണ്ണ ചത്തത് കുമാർ പോത്തനല്ല, കള്ളം പോക്കറാണ്. അവൻ ഈ കുമാർ പോത്തൻ്റെ വീട്ടിൽ നിന്ന് ഒരു ബാഗ് മേടിച്ചുകൊണ്ട് പോണ വഴിക്ക് നമ്മുടെ പുകപ്പുരയിൽ ഈ കള്ളം പോക്കൻ്റെ പെണ്ണും മീൻകാരം ഇതും കൂടെ സെറ്റപ്പ്. അവനത് കയ്യോടെ പൊക്കി. ആളെ കൂട്ടി പോക്കർ കലിപ്പാക്കുമെന്നായപ്പോൾ പെണ്ണും മീൻകാരനും കൂടെ അവനെ ഉണങ്ങിയ റബ്ബർ ഷീറ്റിൽ തന്നെ കത്തിച്ചു. അതുമല്ല രസം. ഇപ്പോ സോഷ്യൽ മീഡിയയിലും ടി വിയിലും ഈ മൊയ്തും പോക്കറിന്റെ പെണ്ണു വലിയ താരങ്ങള്. പോത്തിനും പെണ്ണും അത് മറ്റൊരു രസം. നിങ്ങളൊന്ന് ഇരിയണ്ണ, പേടിക്കാനൊന്നുമില്ല. ആ വേട്ടാവളിയൻ നമ്മുടെ അയലോക്കത്തുള്ള തൈക്കളവി തത്ത ചേച്ചിയും കൊണ്ട് സംഭവം നടന്നതിൻ്റെ അന്ന് വൈകുന്നേരം ഒളിച്ചോടിയത് പെണ്ണറിഞ്ഞില്ല. പോക്കറിൻ്റെ ശവം കണ്ട് പോത്തനാണെന്ന് ധരിച്ച് പെണ്ണ് നെഞ്ചിലടിയും നിലവിളിയും അയച്ചെന്നത് ഏവനോ വീഡിയോ എടുത്ത് ഫേസ്ബുക്കിലിട്ടു. ഒടുക്കം ഇത് കണ്ട് മനസ്സലിഞ്ഞ അവളെ ഭർത്താവ് വന്ന് അവളെ കൂട്ടിക്കൊണ്ടുപോയി. സർവം ശുഭം. ആണാ ഇതെടുത്ത് കഴിക്കും. വേണ്ട രമേശ, തീരെ അണ്ണ പണം വരും പോവും. അത് പപ്പനാവൻ്റെ ചക്രമല്ലേ. അണ്ണനെ ഒരു ജന്മനാ ഫ്രോഡ് വൃത്തിയായിട്ട് തേച്ച്. അവനിപ്പം പുതിയ ഉടായിപ്പുമായിട്ട് വേറെ എവിടെയോ ഇറങ്ങിക്കാണും. ജിമ്മി ജിപ്പിന്റെ തല പാമ്പിനെ പോലെ നീളും. അവളുടെ നീണ്ട സുന്ദരമായ വിരലുകൾ ഈ പെർഫ്യൂമിൽ സ്പർശിക്കുന്നു. അവൻ്റെ ബലിഷ്ഠമായ കരതലം അവളുടെ വിരലുകളിൽ സ്പർശിക്കുന്നു. പ്രണയം, തീ പോലെ പടരുന്ന പ്രണയം. ഐ ആം ദ വൺ ആൻഡ് ഒൺലി റഷീദ് പൂക്കുട്ടി. റസൂൽ പൂക്കുട്ടിൻ്റെ റിലേറ്റീവ് ആണോ? അവൻ വെറും സൗണ്ട്. പാപ്പാൻ്റെ രണ്ടാം കെട്ടിലെ മോൻ. ഐ ആം റഷീദ് പൂക്കുട്ടി, മോസ്റ്റ് വാണ്ടഡ് ഫിലിം ഡയറക്ടർ ഇൻ ഇന്ത്യ. ഹു ആർ യു? ഞാൻ ഈ ഷോപ്പിൻ്റെ ആവണം. ഓ, നൈസ് ടു മീറ്റ് യു. ചട്ടി 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 ചട്ടി. എന്താ കുട്ടിയുടെ പേര്? നൈസാം, മണ്ണിൽ നൈസാം. നൈസ. മണ്ണിൻ മനസ്സിൽ കബീർ മകൻ നൈസ. അതെ,
എൻ്റെ പൊന്നു മോനെ, നിന്നെയാണോടോ ഞാൻ തിരിച്ചറിയാൻ വയ്യത്? ചട്ടിയിലായേ ചട്ടിയിലായേ വീണോരെണ്ണം ചട്ടിയിലായേ 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 വീണോരെണ്ണം ചട്ടിയിലായേ. ഇതാരെന്ന് മനസ്സിലായോ? എൻ്റെ കബീർ ഖാൻ. പറയുമോ പാപ്പ ഇപ്പം എവിടെയാണ്? ബാപ്പ മയ്യത്ത് 3 മാസം കഴിഞ്ഞു. യാ അല്ലാ, നീ ഇത്ര കരുണയുള്ളവനാണ്. ഇന്നേക്ക് 95 ദിവസം മുമ്പ് മോനെ റഷീദ് പൂക്കുട്ടി, നീ ഇന്ത്യയിൽ ഇത്രയും പെരുത്ത ഡയറക്ടറായി എൻ്റെ മോനൊരു ചെറിയ വേഷം കൊടുക്കാത്ത എന്തിനാന്ന്? കിരികിരെ എരിയാൻ കറുമുറ വറകാൻ ചറപറ തിന്നാൻ ചട്ടിയിലായി കിരികിരെ എരിയാൻ കറുമുറ വറകാൻ ചറപറ തിന്നാൻ ചട്ടിയിലായി. വരും, ഈ ചങ്ങലക്കെട്ടുകൾ പൊട്ടിച്ച് പുറത്തേക്ക് വരും. ഞാൻ ഇന്ന് നിന്നെ പ്രക്ഷാളനം ചെയ്യും. മസ്തിഷ്ക പ്രക്ഷാളനം, ബ്രെയിൻ വാഷി. നിങ്ങൾ പറയണത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നു. എനിക്ക് സിനിമയിൽ അഭിനയിക്കണമെന്ന് ഞാൻ ബാപ്പയുടെ അടുത്ത് പറഞ്ഞിട്ടൊന്നുമില്ല. അതാണ് മോനെ തന്തവൈ. നിന്നെ സിനിമാ നടനാക്കണമെന്ന് കബീർ ഖാന്റെ അവസാനത്തെ ആഗ്രഹമായിരുന്നു. പാവമോരുത്തൻ പെട്ടിയിലായി തത്തരികിട്ട സിനിമ പിടിക്കാൻ പാൻ ഇന്ത്യൻ സിനിമ കൊളുത്തിക്കാൻ തത്തരികിട്ടതോ. കിടച്ചാച്ചി സാറേ, കിടച്ചാച്ചി, എന്നോട് ക്യാരക്ടർ കിടച്ചാച്ചി. അവൻ താൻ ഇവൻ, ഇവൻ താൻ അവൻ. യു സെഡ് ഇറ്റ്. യവനാണ് എൻ്റെ ഹീറോ. ഈ ഒരു മുഖത്തിനായിട്ടാണ് ഇന്ത്യ മുഴുവൻ ഞാൻ അലഞ്ഞത്. അയ്യോ, എനിക്ക് പറ്റൂല. എനിക്ക് കടയിൽ നിന്ന് മാറിയിക്കാൻ പറ്റൂല. എന്തിനാ ചിരിക്കണേ? കോടികൾ പ്രതിഫലം വാങ്ങിക്കാൻ പോണം. നിനക്ക് എന്തിനാടാ ഈ മുറുക്കങ്ങട തിറ്റ് തുലക്കടാ. വയസ്സെത്രയായി? 18. മതി, ചെക്കപ്പെടാനുള്ള പ്രായമായി. ചെമ്മീനെടുക്കുമ്പോൾ കൺമണി വാവുച്ചേക്കും ഇതേ പ്രായമായിരുന്നു. മണ്ണിൽ നൈസാമി, നിന്നെ ഞാനൊരു ലെവലാക്കും. ചട്ടി 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 ചട്ടിയിലായേ ചട്ടിയിലായേ വീണോരെണ്ണം ചട്ടിയിലായേ 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 വീണോരെണ്ണം ചട്ടിയിലായേ കിരികിരെ എരിയാൻ കറുമുറ വറകാൻ ചറപറ തിന്നാൻ ചട്ടിയിലായി കിരികിരെ എരിയാൻ കറുമുറ വറകാൻ ചറപറ തിന്നാൻ ചട്ടിയിലായി. പാവമോരുത്തൻ പെട്ടിയിലായി തത്തരികിട്ട സിനിമ പിടിക്കാൻ പാൻ ഇന്ത്യൻ സിനിമ കൊളുത്തിക്കാൻ തത്തരികിട്ടതോ.